SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി മുൻ KPCC അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിവിധ കുറ്റകൃത്യങ്ങളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെന്നാണ് സുധീരന്റെ പ്രധാന ആരോപണം. ഇതിനായി ഒരു വശത്ത് അന്നത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെയും മറുവശത്ത് കേന്ദ്രം ഭരിക്കുന്ന BJP നേതൃത്വത്തെയും ഒരേ സമയം ഒരേപോലെ സ്വാധീനിക്കാനും കൈകാര്യം ചെയ്യാനും വെള്ളാപ്പള്ളിക്ക് സാധിച്ചുവെന്ന് സുധീരൻ ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ പേരിൽ വന്നേക്കാവുന്ന നിയമപരമായ ശിക്ഷകൾക്കും കർശന നടപടികൾക്കും തടയിടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം നീങ്ങിയത്. ഇരു സർക്കാരുകളെയും മാറി മാറി സ്വാധീനിച്ച് താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു പ്രതിരോധ കവചവും പരരക്ഷയും ഉറപ്പാക്കാനാണ് വെള്ളാപ്പള്ളി കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ ഉദാത്തമായ ആദർശങ്ങളും മാനവിക മൂല്യങ്ങളും സമൂഹത്തിൽ നടപ്പാക്കാൻ പൂർണ്ണമായും ബാധ്യസ്ഥമായ ഒരു പ്രസ്ഥാനത്തിനെ അമരത്തിരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഗുരുവിനോട് കാണിക്കുന്നത് ഏറ്റവും കടുത്ത നിന്ദയാണെന്ന് സുധീരൻ രൂക്ഷമായി വിമർശിച്ചു. ഗുരുദേവൻ വിഭാവനം ചെയ്ത ആശയങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും തീർത്തും വിരുദ്ധവും സ്വാർത്ഥത നിറഞ്ഞതുമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും. കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒപ്പം ഗുരുവിന്റെ പവിത്രമായ ആദർശങ്ങളെയും ഇത്രയധികം കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തിയെ കേരള ചരിത്രത്തിൽ കാണാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് വ്യക്തിപരമായ യാതൊരുവിധ വിരോധവുമില്ലെന്നും എന്നാൽ അദ്ദേഹം വഹിക്കുന്ന പദവി ദുരുപയോഗം ചെയ്ത് സാധാരണക്കാരായ മനുഷ്യരെ പറ്റിച്ച് വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുന്നതിനോടാണ് തന്റെ വിയോജിപ്പെന്നും സുധീരൻ തന്റെ നിലപാടിൽ വ്യക്തമാക്കി. മൈക്രോ ഫിനാൻസ് കേസുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് VM സുധീരനാണെന്ന വെള്ളാപ്പള്ളിയുടെ നിരന്തരമായ ആരോപണത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ വലിയ അഴിമതിയെ പുറത്തു കൊണ്ടുവന്നതും അതിനെതിരെ ആദ്യമായി നിയമപോരാട്ടം തുടങ്ങിയതും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. VS അച്യുതാനന്ദന്റെ ശക്തമായ പരാതിയിൽ 2016 മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാർ നീണ്ട 10 വർഷക്കാലം ഈ കേസിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ അനാസ്ഥ കാണിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേസ് അട്ടിമറിക്കാൻ ഭരണതലത്തിൽ ശ്രമം നടന്നതായും ആരോപണമുണ്ട്. നിലവിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. എന്നാൽ കോടതി നിർദ്ദേശിച്ചതുപോലെയുള്ള സുതാര്യവും ശരിയുമായ അന്വേഷണമല്ല പോലീസ് നടത്തുന്നതെന്ന് ഹൈക്കോടതിക്ക് തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി പറയേണ്ടി വന്നു. കേസ് അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയില്ലെന്നും കോടതിയെ പോലും അപഹസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി അന്വേഷണ സംഘത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. വരും ആഴ്ചകളിൽ കൃത്യമായ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പുതിയ ആളെ നിയമിക്കുമെന്നും ഹൈക്കോടതി കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ വർഷങ്ങളായി മറവിച്ചു കിടന്ന ഈ വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ അന്വേഷണം അടിയന്തരമായി ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. ഈ കത്തിൽ മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്ററായിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട KK മഹേഷിന്റെ ആത്മഹത്യയെക്കുറിച്ച് കൃത്യമായ ഒരു തുടരന്വേഷണം വേണമെന്നും സുധീരൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിനും വിമർശനത്തിനും തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളിക്കെതിരായ ഒരു പ്രധാന കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനായി വിജിലൻസ് ഔദ്യോഗികമായി അനുമതി നൽകുകയും ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേസ് അന്വേഷണം വീണ്ടും അതീവ ഊർജിതമായതോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ സുധീരനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നത്. ഈ കേസുകൾക്കെല്ലാം പിന്നിൽ സുധീരന്റെ കറുത്ത കൈകളാണെന്നും തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. നിലവിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സ്റ്റേഷനുകളായി 70ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി കൂടി നിലപാട് കടുപ്പിക്കുകയും വിജിലൻസ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടെ വെള്ളാപ്പള്ളി നടേശനു ചുറ്റുമുള്ള നിയമക്കുരുക്കുകൾ മുറുകുകയാണ്.